നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ആദ്യ 2 മത്സരങ്ങളിൽ അസുഖം കാരണം പുറത്തിരുന്ന അഡ്രിയാൻ ലൂണ ഇന്നലെ കളിക്കളത്തിലേക്ക് മടങ്ങി വന്നു. അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ് കളിച്ചത്. ലൂണ ഉണ്ടാവുക എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിന് മൊത്തം ഒരു ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് മിക്കായൽ സ്റ്റാഡെ പറയുന്നു, അടുത്ത ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും ലൂണ പൂർണ്ണമായിട്ടും മികച്ച ഷേപ്പിലേക്ക് മാറും, കാര്യങ്ങൾ കൂടുതൽ ബെറ്റർ ആവും എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ്. ലൂണ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കളിക്കളത്തിലേക്ക് തിരികെ വരിക. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മിനിറ്റുകളാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ കൂടുതൽ ബെറ്റർ ആൻഡ് ബെറ്റർ ആയിട്ട് മാറും. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഫിഫ ബ്രേക്കിന് ശേഷം അദ്ദേഹം കുറച്ചാഴ്ചകൾക്ക് ശേഷം കൂടുതൽ ബെറ്റർ ആയിട്ട് മാറും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് പറയുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ആദ്യ എവേ മത്സരമായിരുന്നു. ആ എവേ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് 1 പോയിന്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. മത്സരം വിജയിക്കാമായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. കാരണം എതിരാളികൾ 10 പേരായി ചുരുങ്ങിയ ശേഷം ലഭിച്ച അവസരങ്ങൾ മുതലെടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ അടുത്ത മത്സരം ഒക്ടോബർ 3 ഒഡീഷയ്ക്കെതിരെയാണ്. അതിനുശേഷം ഇന്റർനാഷണൽ ബ്രേക്കിലേക്ക് പോകും. അതാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു ബ്രേക്കിന്റെ സമയമൊക്കെ കഴിയുമ്പോഴേക്കും കൂടുതൽ മികച്ച രൂപത്തിൽ മികച്ച ഷേപ്പിലേക്ക് ലൂണ മാറും എന്നുള്ള പ്രതീക്ഷ അദ്ദേഹം പങ്കുവെക്കുന്നത് അതിന്റെ ബേസിലാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ്